ഇവിടെ മോദി ട്രെൻഡ് ഇല്ലേ? മോഡി ടെൻഡർ മോഡി ടെൻഡർ മോഡി ടെൻഡർ പിന്നെ അത് പറഞ്ഞ് ആൾക്കാരെ അടിച്ചു കൊല്ലുന്ന പണ്ടൊക്കെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ വീട്ടിൽ കൂടെ നമ്മൾ കയറി കൈയിട്ട് വാരി തിന്നല്ല. ഇപ്പോൾ അവിടെ പിന്നെ വീടിന് മുറ്റത്തേക്ക് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല. പിന്നെ എന്ത് മോഡി ടെൻഡറാ? അതല്ലേ ഇവനിവിടെ ഉണ്ടാക്കിയത്. വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഗണപതി വിട്ടാക്കും, ഞാൻ ഇവിടെ ഇനി അവന് തപശ്ശേരി ആക്കാനും കഴിയില്ല. ഇനി അവൻ ജയിച്ചു പോയി തന്നെ കൂട്ടി. ജയിക്കണം ഇവിടെ ജയിക്കൂല, ലോകാവസാനം വരെ ജയിക്കൂല ഈ BJP ഈ സുൽത്താൻ മണ്ഡലത്തിലൊന്നും. പിന്നെ അഥവാ ഇനി ജയിച്ചു പോയാലും ഇവന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്പലത്തിൽ കാര്യങ്ങൾ ക്ഷണിച്ചാൽ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയും പോവാം. പക്ഷെ അവിടെ ഒരു പൂജാരിയായിട്ട് പോകേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല. മോദി വേണം. മോദി മതി. മോദി വേണം. മോദി വേണം. മോദി എന്താ അരി അത് സാധനം കിറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. മോദി എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷൻ പൈസ കൊടുക്കുന്നത് എല്ലാം കൊടുക്കുന്നുണ്ട്. പിണറായി വേണ്ടേ വേണ്ട. PM മോദി, രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി. ആരാണ് ജയിക്കുന്നത്? പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകൊണ്ട് അയാൾ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ കണക്ക് തന്നെ. എല്ലാവരും പിന്നെ ജയിച്ചങ്ങോട്ട് പോകുന്നവരെ എല്ലാവരും കണക്കാണ്. പിന്നെ ജയിക്കുന്നവരെ ഞങ്ങളെല്ലാം ഇവിടെ ശരിയാക്കാമെന്ന് പറയും. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ മാതിരി സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ഗണപതി വോട്ടാക്കി തരാമെന്നാണ്. ഇവിടെ ഗണപതി വോട്ടാക്കിയിട്ട് വയറ്റിലേക്ക് വല്ലതും പോവോ? ഗണപതി വട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ് മറ്റേ അവരുടെ ആ ഒരു ഹിസ്റ്ററി ഇവിടെ നടപ്പാക്കാനുള്ളൊരു പരിപാടിയാണ്. അതൊന്നും ഇവിടെ ചിലവാവണ ശരിയല്ല. ಓಕೆ, ಅಂದ್ರೆ ಅವ್ರು ಏನು ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಗಣಪತಿ ವಟ್ಟಂ ಅಂತ ಏನಾದ್ರು ಹೆಸರಿಟ್ರೆ ನಮ್ಮ ಹೊಟ್ಟೆ ತುಂಬಲ್ಲ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഒരു തെരഞ്ഞെടുപ്പിന് നിന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഗണപതി വിട്ടാക്കും, ഞാൻ ഇവിടെ ഇനി അവന് തപശ്ശേരി ആക്കാനും കഴിയില്ല. ഇനി അവൻ ജയിച്ചു പോയി തന്നെ കൂട്ടി. ജയിക്കണം ഇവിടെ ജയിക്കൂല, ലോകാവസാനം വരെ ജയിക്കൂല ഈ BJP ഈ സുൽത്താൻ മണ്ഡലത്തിലൊന്നും. പിന്നെ അഥവാ ഇനി ജയിച്ചു പോയാലും ഇവന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ വേറൊരു ഗവൺമെന്റ്, ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പരിപാടിയല്ലേ നടക്കുള്ളൂ. ഓക്കെ, കറക്റ്റ്. അതിന് ഇവന് ഇവിടെ ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടി പത്രസമ്മേളനം നടത്തിയാൽ അവൻ വിഡ്ഢിയാന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഒന്നും മനസ്സിലാവൂല. ഇവിടെ മോദി ട്രെൻഡ് ഇല്ലേ? മോദി ട്രെൻഡ് ഇല്ലേ? മോഡി ടെൻഡർ ഒന്നും ഇവിടെ ഇല്ല. മോഡി ടെൻഡർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി ടെൻഡർ മോഡി ടെൻഡർ പിന്നെ അത് പറഞ്ഞ് ആൾക്കാരെ അടിച്ചു കൊല്ലുന്ന പണ്ടൊക്കെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ വീട്ടിൽ കൂടെ നമ്മൾ കയറി കൈയിട്ട് വാരി തിന്നല്ല. ഇപ്പോൾ അവിടെ പിന്നെ വീടിന് മുറ്റത്തേക്ക് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല. പിന്നെ എന്ത് മോഡി ടെൻഡറാ? അതല്ലേ ഇവനിവിടെ ഉണ്ടാക്കിയത്. മോഡി ഇവിടെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആകെ ഒരു വർഗീയത, അല്ലാതെ മോഡിക്ക് യാതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിൽ കൂടെ പോണവനെ തല്ലിക്കൊല്ലുക, പശുവിനെ അടിച്ചു പോണവനെ തല്ലിക്കൊല്ലുക, ബീഫ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ തല്ലിക്കൊല്ലുക. അല്ലാതെ എന്താ മോഡി രാജ്യത്ത് നടത്തിയേക്കണേ? പിന്നെ ഈ വർഗീയത പറഞ്ഞ് കുറേ വോട്ട് പിടിക്കുക. കുറേ വർഗീയതക്കാരുണ്ട്. എല്ലാവരും നമ്മൾ അതിനകത്ത് പറയാൻ പറ്റില്ല. ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും കുറേ വർഗീയതയുള്ളവരുണ്ട്. അവർ കുറേ പേര് മുസ്ലിങ്ങളുണ്ട്, കുറേ വർഗീയതയുള്ളവർ. ഒരാളും അതിനകത്ത് ഒഴിവൊന്നുമില്ല. പക്ഷെ അവരെ കൊണ്ടൊന്നും ഈ രാജ്യം രക്ഷപ്പെടില്ലല്ലോ. രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ മതേതര രാജ്യമാണിത്. ഈ മതേതരത്വമായി തന്നെ ഇത് നിലനിന്നെങ്കിലേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഇവിടെ ബീഫ് തിന്നണ തല്ലിക്കൊല്ലലും, വഴിയോട് നടന്നു പോകണ തല്ലിക്കൊല്ലലും, ചെരുപ്പൂത്തിനെ തല്ലിക്കൊല്ലലും ഒന്നും പണിയായാലൊന്നും കാര്യങ്ങൾ നടക്കൂല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാതെ അമ്പലത്തിലെ പൂജാരിയായിട്ട് പോകേണ്ടത്. അമ്പലത്തിൽ കാര്യങ്ങൾ ക്ഷണിച്ചാൽ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയും പോവാം. പക്ഷെ അവിടെ ഒരു പൂജാരിയായിട്ട് പോകേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല. അതിന് പൂജാരി വേറെ വേണം. മതാടിസ്ഥാനത്തിലുള്ള പൂജാരികൾ വേറെ വേണം. അല്ലാതെ ഇന്ത്യ ഭരിക്കുന്ന മുസൽമാൻ്റെ, ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യാനികളുടെ ഒക്കെ പ്രധാനമന്ത്രിയാണ്. അല്ലാതെ അയാൾ പൂജ നടത്താൻ പോയിട്ട് പിന്നെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ ആൾക്കാർ തമ്മിൽ തല്ലിക്കാനുള്ള ഇടപാടല്ല നടത്തേണ്ടത്. രാഹുൽ ഗാന്ധി, കെ സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധി. വൈ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ജയിച്ചാൽ മതി. എന്തിനാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി ജയിച്ചാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. മോദി വേണ്ട? മോദി വേണോ? അല്ല, രാഹുൽ ഗാന്ധി നല്ലത്. ഇപ്പോൾ നല്ല ആൾക്കാർ വരണം. രാഹുൽ ഗാന്ധി ആയാലും മോദി ആയാലും നമുക്ക് നല്ല ആൾക്കാർ വരണം. അത്രേ ഉള്ളൂ. പിണറായി വേണ്ടേ വേണ്ട. പിണറായി വേണ്ട. പിണറായി വിജയനെ ಬೇಡ ಅಂತವರಲ್ಲಪ್ಪ. നിങ്ങൾ കേരള സ്റ്റോറി സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കേരള സ്റ്റോറി സിനിമ നോಡಿಲ್ಲ ಅಂತಾರಪ್ಪ. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലൈക്ക് ജയിച്ചാണ് കാൻഡിഡേറ്റ്. നമുക്ക് ഇരിക്കാൻ വീടില്ല, പിന്നെന്താ കൂലിപ്പണി എടുക്കുന്നത്. ഓക്കെ.
വാടകയ്ക്കാണ് നമ്മൾ മോദി ಹೆಲ್ಪ್ ഓക്കെ. മോദി എന്താ അരി അത് സാധനം കിറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. മോദി എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷൻ പൈസ കൊടുക്കുന്നത് എല്ലാം കൊടുക്കുന്നുണ്ട്. പിണറായി വേണ്ടേ വേണ്ട. പിണറായിനെ എങ്ങനെ തട്ടിക്കാഞ്ഞോളാം വേണ്ട. ഓക്കെ. ഉങ്ങളത് പേരെന്താ? എൻ്റെ പേരോ സുലൈഖ. സുരയ്യ. ಮೋದಿ വേണം. മോദി മതി. ಮೋದಿ വേണം. മോദി വേണം. ಮೋದಿ ಬೇಕು ಅಂತಾರಪ್ಪ, ಸುರಯ್ಯ ಅಂತ ಅವ್ರ ಹೆಸರು. ಓಕೆ ಓಕೆ, ಬನ್ನಿ ಮಾತಾಡಿಸ್ತಾ ಹೋಗೋಣ. ಕನ್ನಡ ಬರುತ್ತಂತೆ. ಓಕೆ ಸರ್, ಯಾರು ಗೆಲ್ತಾರೆ ವಾಯ್ನಾಡಲ್ಲಿ? ರಾಹುಲ್ ಗಾಂಧಿ ಸಿಗ್ತಾರಾ ಈಸಿಯಾಗಿ? ಗ್ಯಾರಂಟಿ. ಓಕೆ. ರಾಹುಲ್ ಗಾಂಧಿ ಅವರು ಡೆವಲಪ್ಮೆಂಟ್ ವರ್ಕ್ ಮಾಡಿದಾರಾ ಏನಾದ್ರು? ಅವರು ಮುಖ್ಯವಾಗಿ ಏನಾದ್ರು ತೊಂದರೆ ಇದ್ರೆ ಬರ್ತಾರೆ ಅವಾಗ. ಬರ್ತಾರೆ. ಓಕೆ. ಈಗ ಸುಲ್ತಾನ್ ಬತ್ತೇರಿ ಹೆಸರನ್ನ ಫಸ್ಟ್ ಚೇಂಜ್ ಮಾಡ್ತೀವಿ, ಗಣಪತಿ ಭಟ್ಟಾಯಂ ಅಂತ ಇಡ್ತೀವಿ ಅಂತ ಹೇಳಿ ಕೆ ಸುರೇಂದ್ರನ್ ಹೇಳ್ತಾ ಇದ್ರು. ನಿಮ್ಗೆಲ್ಲ ಒಪ್ಪಿಗೆ ಇದೆಯಾ? ಇಲ್ಲ, ಅದಕ್ಕೊಂದು ಒಪ್ಪಿಗೆ ಇಲ್ಲ. ಚೇಂಜ್ ಮಾಡೋಕ್ಕೂ ಆಗೋದಿಲ್ಲ. ಓಕೆ. ಯಾಕೆ? ಅದು ಫಸ್ಟ್ ಇದ್ದ ಹೆಸರು. ಅದು ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಬಂದು ಇವಾಗ ಅದು ಸುಲ್ತಾನ್ ಬತ್ತೇರಿ ಅಂತ ಅದು ಫುಲ್ ಇದಾಗಿದೆ. ಅದರಿಂದ ಅದನ್ನು ಚೇಂಜ್ ಮಾಡೋಕ್ಕಾಗಿಲ್ಲ. ഓക്കെ. രാഹുൽ ഗാന്ധി എന്താണ് രാഹുൽ ഗാന്ധി? വൈ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഉള്ളതിൽ ഏറ്റവും വെച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ജയിച്ചു വരണമെന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ. സുരേന്ദ്രൻ? സുരേന്ദ്രനെ ഇവിടെ ഒരു കാരണവശാലും ഇവിടെ ജയിപ്പിക്കില്ല. കാരണം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ. ഇവിടെ ജനിച്ചു വന്ന നാൾ മുതൽ കണ്ടിട്ടുള്ള പേരാണ് സുൽത്താൻ ബത്തേരി. ആ സുൽത്താൻ ബത്തേരിനെ ഒരിക്കലും ഗണതിവട്ടം ഞങ്ങൾ ജീവൻ പോയാലും ഞങ്ങൾ അനുവദിക്കില്ല. സുരേന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലേക്ക് ഞങ്ങൾ കാൽ കുത്താൻ തന്നെ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ ബി ജെ പി ട്രെൻഡ് ഇല്ലേ? ബി ജെ പി ട്രെൻഡ് അത്യാവശ്യത്തിനുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് കോൺഗ്രസിനാണ്. കോൺഗ്രസ് ആണ്. ഓക്കെ. പി എം മോദി, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂപ്പര് തന്നെ ഭരിക്കട്ടെ. മോദി വേണം. ಓಕೆ ಡನ್. ಓಕೆ. ಸುರೇಂದ್ರನ್ ಬೇಡ, ನರೇಂದ್ರ ಮೋದಿ ಅವರು ಬೇಕು, ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಆಗಬೇಕು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഈ പ്രാവശ്യം വയനാട്ടിൽ ಯಾರು ജയിക്കാണത്? ആര് ജയിച്ചാലും നമുക്ക് നല്ലതായാൽ മാത്രം മതി, അതല്ലാതെ വേറെ ഒന്നുമില്ല. രാഹുൽ ഗാന്ധിയാണോ സുരേന്ദ്രനാണോ? അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. ആര് ജയിച്ചാലും നമ്മുടെ നാടിന് നല്ലതാക്കിയാൽ മാത്രം മതി, അതാണ് നമുക്കുള്ളത്. Okay. Do you think Rahul Gandhi will win this time? അയ്യോ, Rahul Gandhi win now? Okay. BJP trend ഇവിടെ ഇല്ലേ? ബിജെപിയോ? ഉണ്ട്, ഇല്ല അതല്ല. ബിജെപി കുഴപ്പമില്ല. നാടൊരു നല്ലത് ರಾಹುಲ್ ಗಾಂಧಿ ಡೆವಲಪ್ಮೆಂಟ್ ವರ್ಕ್ ಎಲ್ಲ ಸೇಂದಾನೋ? അതെ, ಡೆವಲಪ್ಮೆಂಟ್ ವರ್ക്കൊക്കെ ചെയ്യുന്ന. ಓಕೆ ಡನ್. ಅವ್ರ ಪಾಪ ನಗ್ತಿದ್ದಾರೆ. ಯಾಕೆಂತಂದ್ರೆ ನನಗೂ ಒಂಚೂರು ಮಲಯಾಳಂ ಕಷ್ಟ ಮಾತಾಡ್ಲಿಕ್ಕೆ, ಸ್ವಲ್ಪ ಬರುತ್ತೆ, ಮ್ಯಾನೇಜ್ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೀನಿ. ಯಾರು ಗೆಲ್ತಾರೆ ವಯನಾಡಲ್ಲಿ? ರಾಹುಲ್ ಗಾಂಧಿ. ಕೆಲಸ ಮಾಡಿದಾರಾ ರಾಹುಲ್ ಗಾಂಧಿ? ಮಾಡಿದ್ದಾರೆ. ಓಕೆ. സുരേന്ദ്രൻ കടിയാതെ. ഓക്കെ. അന്നി രാജ പറയാൻ പറ്റില്ല. ഓക്കെ. പ്രൈം മിനിസ്റ്റർ ಯಾರಾಗಬೇಕು? ರಾಹುಲ್ ಗಾಂಧಿನ ನರೇಂದ್ರ ಮೋದಿನ? ഏകദേശം രാഹുൽ ഗാന്ധി വരാൻ ചാൻസ് കുറവാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി? ഇവിടെ ജയിക്കും എന്തായാലും. അത്യാവശ്യം ഭൂരിപക്ഷം ഉണ്ടാവും. ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ಓಕೆ. ಕೆಲಸ ಮಾಡಿದಾರಾ ಇಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿ ಡೆವಲಪ್ಮೆಂಟ್ ವರ್ಕ್? ഇവിടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ಓಕೆ. ರಾಹುಲ್ ಗಾಂಧಿ ಬರ್ತಿರ್ತಾರಾ ವಯನಾಡಿಗೆ? ಈ ഇവിടെ 2-3 ദിവസമായിട്ട് കൂടി ഉണ്ടല്ലോ ജില്ലയിലുണ്ട്. ಓಕೆ. ಇವತ್ತು ಬರ್ತಿದ್ದಾರೆ. ಓಕೆ. ಸಿಗ್ತಾರಾ ಈಸಿಯಾಗಿ ಸಿಗ್ತಾರಾ ಜನರಿಗೆ? പറയാൻ പറ്റിಲ್ಲ. ಇಲ್ಲ, ಸಿಗಲ್ಲ, ಕಷ್ಟ. ಓಕೆ. ವಾಯ್ನಾಡಿನಲ್ಲಿ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಯುವರಾಜ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಶುಭ ಕೋರುವವರು ವಿಜಯಾನಂದ ಎಸ್ ಕಾಶಪ್ಪನವರ್, ಶಾಸಕರು ಹುನಗುಂದ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ಬದಲಾವಣೆಗಾಗಿ ವಾಯ್ನಾಡುಗೆ ರಾಹುಲ್ ಗಾಂಧಿ ಮತ್ತೊಮ್ಮೆ. ಆನಂದ್, ಶಾಸಕರು ಕಡೂರು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲುವು ವಾಯ್ನಾಡು ಅಭಿವೃದ್ಧಿಗೆ ಅನುವು. ಆರ್ ವಿ ದೇವರಾಜ್, ಮಾಜಿ ಶಾಸಕ, ಚಿಕ್ಕಪೇಟೆ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ವಾಯ್ನಾಡುಗೆ ಯುವ ಶಕ್ತಿ ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲ್ಲಿಸಿ. ಲಗ್ಗೆರೆ ಮಂಜುಳಾ ನಾರಾಯಣಸ್ವಾಮಿ, ಪಾಲಿಕೆ ಮಾಜಿ ಸದಸ್ಯರು. ನಾರಾಯಣಸ್ವಾಮಿ ಕಾಂಗ್ರೆಸ್ ಮುಖಂಡರು. ವಾಯ್ನಾಡಿನಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಗೆಲುವು ನಮ್ಮ ಧ್ಯೇಯ.